നമസ്കാരം. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ 2 വാർത്തകളുണ്ട്. അതിലൊന്ന് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു നിർദ്ദേശമാണ് 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുത്. രണ്ടാമത്തെ വാർത്ത പാലക്കാട്ട് നിന്നാണ്. ഒരു കുട്ടി 9 വയസ്സുള്ള കുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിലത്ത് വീണ് കൈക്ക് ചെറിയ പൊട്ടലും പരിക്കുമുണ്ടായി. അതുമായിട്ട് അതിൻ്റെ പേരൻസ് ആശുപത്രിയിൽ പോയി. അവർ പ്ലാസ്റ്റർ ഇട്ടു. പക്ഷേ അവർ കൊടുത്ത ആ ട്രീറ്റ്മെൻറ്റിൽ എന്തോ പ്രശ്നമുണ്ടായി. ആ കുട്ടിയുടെ കൈക്ക് പഴുപ്പ് വന്നു. അവസാനം ആ കുട്ടിയുടെ കൈമുട്ടിന് താഴെ വെച്ച് മുറിച്ച് മാറ്റി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പത്രത്തിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇന്നത്തെ കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് അലോപ്പതി ചികിത്സാ ഭീകരതയാണ്. ഇവരുടെ ചികിത്സ മൂലം എത്ര ആൾക്കാരുടെ ജീവിതങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്. എത്ര പേരുടെ ജീവിതമാണ് ഓരോ ദിവസവും അവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചുമമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയുടെ പിന്നിലെ കാരണമെന്താണെന്ന് നിങ്ങൾക്കറിയാം. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുറച്ച് കുട്ടികൾ കഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു. കഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് കുട്ടികൾ മരണപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഇതാദ്യമല്ല. 2020 നമ്മൾ വായിച്ചതാണ്. ഒരു ആഫ്രിക്കൻ രാജ്യത്ത് കഫ് സിറപ്പ് കഴിച്ച്, ഇന്ത്യൻ നിർമ്മിത കഫ് സിറപ്പ് കഴിച്ച് 70ഓളം കുട്ടികൾ മരണപ്പെട്ടു. അതുകൂടാതെ ഉത്തരാഖണ്ഡിലോ മറ്റോ അതേ വർഷം തന്നെ 18ഓ 20ഓ കുട്ടികൾ കഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഹോമിയോ മരുന്ന് കഴിച്ച് ഏതെങ്കിലും കുട്ടികൾ മരിച്ചതായിട്ടോ പ്രായമുള്ളവർ മരിച്ചതായിട്ടോ കേട്ടിട്ടുണ്ടോ? ആയുർവേദ മരുന്ന് കഴിച്ച് ആരെങ്കിലും മരിച്ചു പോയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഹോമിയോ മരുന്നോ ആയുർവേദ മരുന്നോ സർക്കാർ നിരോധിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കഴിക്കരുത് എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. കാരണം അവർ കൊടുക്കുന്ന മരുന്ന് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയല്ല, അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ ഈ തട്ടിപ്പ് വൈദ്യശാസ്ത്രം, അതായത് മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് വിളിക്കുന്ന ഈ തട്ടിപ്പ് വൈദ്യശാസ്ത്രം കൊടുക്കുന്ന മരുന്നുകൾ എത്രയോ തവണയാണ് സർക്കാർ തന്നെ നിരോധിച്ചിട്ടുള്ളത്. എത്രയോ തവണയാണ് പല മരുന്നുകൾ മൂലം ആൾക്കാർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ പോലും ഇവരുടെ മരുന്നുകളിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നത്. എന്നിട്ടും അതിൻ്റെ പിന്നാലെ തന്നെ പോവുകയും അതിനു വേണ്ടി തന്നെ ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിദഗ്ധരെന്ന് വിളിക്കുന്ന ആൾക്കാരും ഈ നാട്ടിലുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടലോടെ നോക്കിക്കാണേണ്ട ഒന്നാണ്. ഇപ്പോൾ ഈ കുട്ടി നിലത്ത് വീണ കുട്ടിയുടെ കൈ ചെറുതായിട്ട് ഒന്ന് ഒടിഞ്ഞപ്പോൾ വളരെ നിസ്സാരമായിട്ട് ചികിത്സിക്കാവുന്ന, ഭേദപ്പെടുത്താവുന്ന ഒരു പ്രശ്നം മാത്രമാണുള്ളത്. ആക്സിഡൻറ്റ് കേസുകൾ ഉണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ മറ്റൊരു വൈദ്യശാസ്ത്രത്തിനും അനുമതി കൊടുക്കാതെ അത് ഈ അലോപ്പതിക്ക് മാത്രം കൊടുത്തു വെച്ചിട്ട് അവരവിടെ ചെല്ലുമ്പോൾ എന്തു തന്നെ കാട്ടിക്കൂട്ടിയാലും അത് അനുഭവിക്കുക മാത്രമാണ് ആൾക്കാരുടെ സ്ഥിതി എന്ന ഒരു ഗതികേട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരാണ്? ഇപ്പോൾ തന്നെ ഈ കുട്ടിയുടെ ചികിത്സയിൽ അവർക്ക് പിഴവ് പറ്റി. പിഴവല്ലേ, മനുഷ്യനല്ലേ, പറ്റാം, നമ്മൾ സമ്മതിച്ചു. ആ കുട്ടിയുടെ കൈക്ക് പഴുപ്പുണ്ടായപ്പോൾ ഇവരുടെ പക്കൽ മുറിച്ച് മാറ്റുകയല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാമെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ട് ഇവർക്ക് മറ്റൊരു വൈദ്യശാസ്ത്രത്തിലേക്ക് ആ കുട്ടിയെ റെഫർ ചെയ്യാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് അതിനുള്ളൊരു സൗകര്യം ഇവിടെയില്ല? ആയുർവേദത്തിലോ ഹോമിയോയിലോ ഇങ്ങനെ കൈക്കോ കാലിനോ പഴുപ്പുണ്ടാകുമ്പോൾ അത് മാറ്റാനുള്ള മെഡിസിൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ ഹോമിയോപ്പതിയുടെയോ ആയുർവേദത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈദ്യശാസ്ത്രത്തിൻ്റെയോ സഹായം തേടിയില്ല? അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റാരും ചെയ്യരുത്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് പണത്തിൻ്റെ മാത്രം ബലത്തിൽ കളിക്കുന്ന ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ മനസ്സിലുള്ളത്. അതിന് ഒത്താശ ചെയ്യുന്ന നമ്മുടെ സർക്കാർ. ഞാൻ പറയുകയാണ്, വീണ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് ആ കസേരയിലിരിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? ഇപ്പോൾ 9 വയസ്സുള്ള കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്ന ആ പേരൻസിൻ്റെ മനപ്രയാസം, ദുഃഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ നിസ്സാരമായൊരു വർഷമാണ്. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിലത്ത് വീണ ഒരു കുട്ടിയാണ്. എത്ര നിസ്സാരമായിട്ട് ആ കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വിടാവുന്നതാണ്. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേടുണ്ടായപ്പോൾ മറ്റൊരു വൈദ്യശാസ്ത്രത്തിന് സഹായം തേടുന്ന സംവിധാനം പോലും ഈ സംസ്ഥാനത്തില്ലെങ്കിൽ ഈ ആരോഗ്യമന്ത്രിക്ക് എന്തർഹതയുണ്ട് ഈ കസേരയിലിരിക്കാൻ? കേരളം ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്താണെന്ന് പറഞ്ഞ് ഇതാണോ? ഒരു ചെറിയ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ അവസാനം കൈ മുറിച്ച് മാറ്റേണ്ടി വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് അബദ്ധവശാൽ സംഭവിച്ചതാണെന്ന്? ഒരിക്കലും അബദ്ധവശാൽ സംഭവിക്കുന്നതല്ല. ഇവർ യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ കുട്ടികളുടെ വൃക്കകൾ നശിക്കുക എന്നത് മാത്രമാണ്. കൊല്ലാൻ അവർക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം, ഒരു വ്യക്തി ചത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കസ്റ്റമറെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ആരോഗ്യം നശിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഫാർമകളുടെ കുതന്ത്രം. അല്ലെങ്കിൽ കഫ് സിറപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് അറിഞ്ഞുകൂടെ അതിലെ ചേരുവകൾ എന്തൊക്കെയാണ്? ഏത് ചേരുവ ചേർന്നാലാണ് പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പോൾ ഇവരുടെ കഫ് സിറപ്പ് കഴിച്ചിട്ട് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബോധപൂർവമാണ്.
ഒരു 2-3 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങൾക്കറിയാം റൈറ്റ്സ് ഇന്ത്യ TV എന്ന് പറയുന്ന ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം ഈ അടുത്ത സമയത്തായിട്ട് ഓൺലൈനിൽ അത്ര സജീവമല്ല, അദ്ദേഹത്തിൻ്റെ പക്കൽ ഷെയർ ചെയ്തു വന്ന ഒരു പോസ്റ്റ്, ഒരു വാട്സപ്പ് പോസ്റ്റ് അദ്ദേഹം എനിക്ക് അയച്ചു. അതിൽ ഒരു കുടുംബം അവരുടെ 15 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് 2024 ഇട്ടൊരു പോസ്റ്റാണ്. അതിൽ പറയുന്നത്, ഈ കുട്ടിക്ക് പനി വന്നതിനെ തുടർന്ന് അവർ ഏതോ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും കുട്ടിക്ക് മരുന്ന് കൊടുത്തെന്നും തുടർന്ന് ആ ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെന്നും അവിടെ ചെന്നപ്പോൾ മരുന്ന് കൊടുത്തു, അവിടെയും ശരിയാകാതെ കുറേ കൂടെ വലിയൊരു ആശുപത്രിയിലേക്ക് പോയെന്നും അവിടെ പരിശോധന നടത്തിയപ്പോൾ ഈ കുട്ടിയുടെ 2 വൃക്കകളും തകരാറിലായി എന്ന് കണ്ടെത്തിയെന്നുമാണ് ഉള്ളത്. തുടർന്ന് ഈ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ധനസഹായം അഭ്യർത്ഥിക്കുകയാണ് ആ വീട്ടുകാർ. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ 15 വയസ്സുള്ള കുട്ടിയുടെ വൃക്ക എങ്ങനെ തകരാറിലായി? നമ്മുടെ ആന്തരിക അവയവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ആയുസ്സും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തക്ക പോലെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 100 വയസ്സ് വരെ ജീവിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി 400 വർഷം വരെ ജീവിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 വയസ്സുകാരൻ്റെ വൃക്ക എങ്ങനെയാണ് തകരാറിലായത്? ഉത്തരം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. പനി വരുമ്പോൾ ഇവരെയും കൊണ്ട് ചികിത്സിക്കാൻ പോകുന്നു. പനിക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് ഇവരുടെ വൃക്കകൾ നശിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ, അതായത് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ മരിച്ചുപോയ കുട്ടികൾ മരിച്ചുപോയി. പക്ഷേ ഈ കഫ് സിറപ്പ് കഴിച്ചിട്ടുള്ള എത്രയോ കുട്ടികൾ ഇനി ദുരിതം കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവർ കഫ് സിറപ്പോ മറ്റേതെങ്കിലും മരുന്നോ കൊടുത്ത് വൃക്ക നശിക്കുമ്പോൾ അടുത്ത ബിസിനസ് അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ചാരിറ്റി ആരംഭിക്കുകയാണ്. അതായത് ഈ കുട്ടികളുടെ വൃക്ക തകരാറിലായി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പണം വേണം. ഡയാലിസിസ് ചെയ്യുന്ന ആരാണ്? ആശുപത്രികളാണ്. ഈ കുട്ടികളെയും കൊണ്ട് ഇവരുടെ തന്നെ അടുക്കിലേക്ക് പോകുന്നു, അവർ ഡയാലിസിസ് ചെയ്യുന്നു, ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുന്നു, അവർ പണം ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളിലൂടെ രോഗം വിതച്ച് കൂടുതൽ രോഗികളെ സൃഷ്ടിച്ച് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വളരെ വലിയ ഒരു കുതന്ത്രം നമ്മുടെ നാട്ടിലെ മരുന്ന് കമ്പനികളും ആശുപത്രികളും എല്ലാം ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമാണെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചെങ്ങനെയാണ് വൃക്ക തകരാറാവുന്നത്? ഈ മരുന്ന് കമ്പനികളും ഇവിടുത്തെ ആശുപത്രികളും ഒക്കെ ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ അതിൻ്റെ പിന്നിൽ അവർക്ക് വേണ്ടത് ധാരാളം രോഗികളാണ് എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഈ ചാതി തിരിച്ചറിയണം. നിങ്ങളൊരു നിസ്സാര പനി വരുമ്പോൾ അതൊരു വലിയ രോഗമാണെന്ന് കരുതി ആ കുട്ടിയെ കൊണ്ട് ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ആ പനിയെ അടിച്ചമർത്താനായിട്ട് കൊടുക്കുന്ന മരുന്നുകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്തെങ്കിലും രോഗം വരുമ്പോൾ എപ്പോഴും അവർ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെയാണ് പഴിക്കുന്നത്. ഒന്നുകിൽ അവർ പറയും ഞങ്ങളുടെ വിധിയാണിത്, അല്ലെങ്കിൽ പാരമ്പര്യമാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ കുഴപ്പമാണ്. ഒരിക്കലും ഇവർ മരുന്നുകളെ സംശയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ മരുന്നുകളെ സംശയിക്കാത്തത് തന്നെയാണ് മരുന്ന് കമ്പനികളുടെ വിജയവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്നേ വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോമിയോ മരുന്നോ ആയുർവേദ മരുന്നോ നിരോധിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഈ അലോപ്പതി മരുന്നുകൾ എത്രയോ തവണയാണ് സർക്കാരുകൾ നിരോധിക്കുന്നത്, എത്രയോ തവണ ഏതെല്ലാം മരുന്നുകൾ നിരോധിച്ചിരിക്കുന്നു. ഈ നിരോധിച്ച മരുന്നുകളെല്ലാം ഏറെക്കാലം കുറേ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ലേ. ഇപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് കൊടുക്കരുത്. അപ്പോൾ ഇത്രയും കാലം ഈ ചുമ മരുന്ന് കഴിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണ്? അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ആ മരുന്ന് കഴിച്ച് ആ കുട്ടികളുടെ ആരോഗ്യം തകരാറിലായിട്ടുണ്ട് എങ്കിൽ അതിനെന്ത് പ്രതിവിധിയുണ്ട്? ആ പ്രതിവിധി ആര് ചെയ്യും? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോലും കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഇത്ര കാലവും ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എന്ത് പറ്റിയോ അത് പറ്റിയവർ അനുഭവിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഈ മരുന്നുകൾക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്ന സർക്കാരിൻ്റെ നയം. കഴിച്ച മരുന്ന് മൂലമുണ്ടാകുന്ന പാർശ്വഫലത്തിന് ആ കഴിക്കുന്ന ആൾ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ എന്താണ് പോംവഴി? കഴിക്കാതിരിക്കുക. എന്തിനാണ് നിങ്ങൾ ചുമമരുന്ന് കഴിക്കുന്നത്? ചുമയൊരു രോഗമാണോ? ചുമ ഒരിക്കലും ഒരു രോഗമല്ല. പനി ഒരു രോഗമാണോ? പനി ഒരിക്കലും ഒരു രോഗമല്ല. നിങ്ങൾക്ക് ചുമ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചില മാലിന്യങ്ങൾ ചുമയിലൂടെ പുറത്ത് കളയാൻ ശ്രമിക്കുകയാണ്. അത് പുറത്ത് പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നം? കൂടുതൽ കഫം പുറത്ത് കളയാനുള്ള മെഡിസിനൊക്കെ കിട്ടും. ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കഫമുണ്ടെങ്കിൽ ആ കഫം നന്നായിട്ട് ഇളക്കി കളയാനുള്ള മരുന്നുണ്ട്. ആ മരുന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കഫവും മാലിന്യങ്ങളും സുഖമായിട്ട് പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകുമ്പോൾ അത് രോഗമാണെന്ന് നിങ്ങൾ കരുതുകയും പോയിട്ട് അത് പിടിച്ചു നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുട്ടികളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. ശരീരം സ്വയം ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോൾ ശരീരത്തിനെ അത് ചെയ്യാനായിട്ട് സഹായിക്കുന്നതിന് പകരം അടിച്ചമർത്തുന്ന രീതിയാണ് അലോപ്പതി മരുന്നുകൾ ചെയ്യുന്നത്. എന്നാൽ മറ്റു വൈദ്യശാസ്ത്രങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ സഹായിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ മറികടക്കാനാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് ഈ ദുരന്തങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്നതാണ്. നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഒരു ചുമമരുന്ന് വാങ്ങി ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ധാരണ ചുമയൊരു രോഗമാണെന്നാണ്. ചുമയൊരു രോഗമല്ല. ചുമയൊരു രോഗമാണെന്ന് പറയുന്നത് മരുന്ന് കമ്പനികളാണ്. ചുമ ഒരിക്കലും ഒരു രോഗമല്ല.
ചുമ നിങ്ങളുടെ ശരീരത്തിലുള്ള മാലിന്യം പുറത്തു പോകാനുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. നമ്മുടെ ശരീരം എന്തൊക്കെ സാധനങ്ങളെ പുറത്ത് കളയാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം പല വഴികളിലൂടെ അത് പുറത്ത് കളയാൻ ശ്രമിക്കും. ഇങ്ങനെ പുറത്ത് കളയാതെ അതിനെ ഉള്ളിൽ തന്നെ നിർത്തുമ്പോഴാണ് പിന്നീട് അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മളുടെ ശരീരം ശുചീകരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. ശരീരം ഒരു ശുചീകരണം നടത്തുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുകയാണ്. ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കാതെ ഛർദ്ദിൽ ഉള്ളിൽ തടഞ്ഞു നിർത്തുക. വയറിളക്കം വന്ന് ശരീരം അത് പുറത്തു കളയാൻ ശ്രമിക്കുമ്പോൾ വയറിളക്കം പിടിച്ചു നിർത്തുക. ചുമ വരുമ്പോൾ ചുമ തടഞ്ഞു നിർത്തുക. പനി വരുമ്പോൾ പനി തടഞ്ഞു നിർത്തുക. ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ട ഒന്നും പുറത്തു പോകാൻ നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ മാലിന്യങ്ങൾ നാളെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുമെന്നുള്ളത്. മാലിന്യങ്ങൾ പുറത്തു പോകാൻ അനുവദിക്കുക. കുട്ടികൾക്ക് പനി വരുമ്പോൾ അത് പനിച്ചു പോകാൻ അനുവദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ സ്ഥിതി മോശമാണ്, കുട്ടിക്ക് വലിയ വിഷമമാണ്, കരയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ ആയുർവേദമുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, എത്രയോ നല്ല വൈദ്യശാസ്ത്രങ്ങളുണ്ട്. അവരുടെ മരുന്ന് വാങ്ങി കൊടുത്തുകൂടെ? അവർ നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിലെ രോഗങ്ങളെ അവിടെ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ടല്ല ചികിത്സിക്കുന്നത്. നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷയല്ല തരുന്നത്, മറിച്ച് പൂർണ്ണമായ രക്ഷയാണ്. ആ രോഗത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടുള്ള മോചനമാണ് തരുന്നത്. അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടുമ്പോൾ ഒരല്പസ്വല്പം താമസം ഉണ്ടായെന്നിരിക്കും, അല്പസ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കും. ആ പ്രശ്നങ്ങൾ നിങ്ങൾ സഹിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ചുമമരുന്ന് കഴിച്ച് മരിച്ചുപോയ കുട്ടികൾ, ഇപ്പോൾ ഒരു ചെറിയ കൈക്ക് പരിക്ക് പറ്റി ആശുപത്രിയിൽ പോയിട്ട് കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടി, ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സ മൂലം എത്ര ആൾക്കാരുടെ ജീവിതം തകർന്നു പോകുന്നുണ്ട് എന്ന് നമ്മളൊരു സർവേ നടത്തിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അടുത്ത സമയത്ത് ഞാനൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. എന്താണ് സംഭവം? അദ്ദേഹം വെരിക്കോസ് വെയിന് ചികിത്സ തേടിയ ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ വയ്യ. ചികിത്സിച്ച് ആ മനുഷ്യൻ തളർന്ന് കിടക്കുകയാണ്. അങ്ങേർക്ക് കാലുകൊത്തി നിലത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോൾ എന്ത് ചികിത്സയാണ് ഇവർ കൊടുക്കുന്നത്? ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ള പ്രശ്നത്തെ പരിഹരിച്ച് അയാൾക്ക് പൂർണ്ണ ആരോഗ്യം കൊടുക്കുന്നതിന് പകരം ഇവരുടെ ചികിത്സ ഏറ്റുവാങ്ങുന്ന ആൾക്കാരെല്ലാം തളർന്ന് പോവുകയാണ്. അവസാനം അവർ കിടപ്പിലായി പോവുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ എന്താണ് പഠിക്കാത്തത്? നമ്മൾ പഠിക്കാത്ത കാലത്തോളം അവർക്കൊരു പ്രശ്നവുമില്ല. അവർ തടിച്ചു കൊഴുക്കും, നിങ്ങൾ തളർന്ന് തരിപ്പണമായി നിലത്ത് വീഴും. ബോധമുണ്ടെങ്കിൽ ചിന്തിക്കുക, നിരീക്ഷിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.